ഓരോ ഓർഗനൈസേഷൻ്റെയും കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമുക്ക് മക്കപ്പ് ചെയ്ത് വയ്ക്കാനൊന്നും പറ്റില്ല. ഇറ്റ്സ് പ്രാക്ടിക്കലി അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളും അല്ല. പൊളിറ്റിയും ന്യൂസ് പേപ്പറും വായിക്കുന്ന എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ ആസ്പിറൻസിനും മനസ്സിലാവും ഏതൊരു കാര്യവും അങ്ങനെ ഡയറക്റ്റ്ലി സുപ്രീം കോർട്ടിൽ പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറവാണ് അല്ലേ. ഇപ്പോൾ ഈവൻ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ആർട്ടിക്കിൾ 32 പ്രകാരം ഡയറക്റ്റ്ലി പോകാമെങ്കിലും സുപ്രീം കോടതി പിന്നെ ചന്ദ്രകുമാർ കേസിൽ എന്താ പറയുക, നമ്മൾ ജന്മത്ത് കണ്ടിട്ടുണ്ടായിരിക്കില്ല ഈ സ്പോർ എന്നുള്ളൊരു പേര്, സ്പോർട്സ് എന്നുള്ളൊരു പേര് ജന്മത്ത് കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഒരു കറണ്ട് അഫെയറിൽ ഒരിടത്തും കണ്ടിട്ടുണ്ടായിരിക്കില്ല. എന്ത് ചെയ്യും? ക്ലൂ ഉണ്ട്. ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസിലും എടുക്കാൻ പറ്റും. എന്താണ്? Lead IAS, crafted by the toppers. ഹലോ ഗൈസ്, വെൽക്കം ടു ലീഡ് IAS. നമ്മുടെ ഈ സീരീസിൻ്റെ 3ാമത്തെ ഡേ ആണെന്ന്. സോ നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത് എക്കണോമിയാണ്. എക്കണോമി ക്വസ്റ്റ്യൻസ് പലർക്കും കാണുമ്പോൾ ഒരുപക്ഷെ ടെൻഷനായിരിക്കാം. നമ്മൾ എക്കണോമിയിൽ വീക്കാണ്, സ്ട്രോങ് അല്ല, എക്കണോമിക് ക്വസ്റ്റ്യൻസ് തെറ്റാം, പേടിയാണ്, കൺസെപ്റ്റ് അറിയില്ല എന്നുള്ളൊരു പല ടെൻഷൻസും കാര്യങ്ങളൊക്കെ എല്ലാ സ്റ്റുഡൻസിനും കാണുന്നുണ്ട്. അപ്പോൾ എക്കണോമിക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരിക്കലും എക്കണോമി എന്നല്ല, ജനറലി ഏതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾ പാനിക് ആകരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നിങ്ങളൊരു സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആണ്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലംസും യു ക്യാൻ സോൾവ് ഈസിലി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു വിൽ പവർ എപ്പോഴും കയ്യിൽ വേണം. സോ എക്കണോമിക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പൊളിറ്റി പാടാണ്, ഏൻഷ്യൻ ഹിസ്റ്ററി പാടാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസും പാടാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരിക്കലും മൈൻഡിൽ വയ്ക്കരുത്. എല്ലാ ക്വസ്റ്റ്യൻസും വി ക്യാൻ സോൾവ് എന്നുള്ളൊരു വിൽ പവർ നിങ്ങൾ കൊണ്ടുവരിക. ദെൻ വിൽ ബി ഏബിൾ ടു സോൾവ് ഇറ്റ് ഈസിലി. സോ നമുക്ക് ഇന്ന് എക്കണോമിക് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമേ പറയാം, ഞെട്ടരുത്. ഓക്കെ, ജസ്റ്റ് ജോക്കിംഗ്. സോ ഫസ്റ്റ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, മെർച്ചൻ്റ് ബാങ്ക്സ് ആണ് ബേസിക്കലി പറയുന്നത്. സോ ഒരു പക്ഷേ നിങ്ങളിത് കേട്ടിട്ടില്ല. നിങ്ങൾ ആരും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്താണെന്നോ ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്നോ കറണ്ട് അഫയേഴ്സിൽ കാര്യങ്ങൾ ഒരിടത്തും കേട്ടിട്ടില്ല. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? The investment banks manage and underwrite new public issues floated by companies to raise funds from the public. So ഇവിടെ എന്താണ് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്. സോ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്. സോ ഇറ്റ് മേ ബി എ ബാങ്ക് വിച്ച് ഡീൽ വിത്ത് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. ആ ഒരു ബേസിക് കൺസെപ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് അറിയാന്നുള്ള എല്ലാവർക്കും നമുക്ക് ഡിറ്റക്ട് ചെയ്യാം അല്ലേ. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, എ ബാങ്ക് വിച്ച് ഈസ് ഡീലിംഗ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ്. അത്രയും ഓക്കെ അല്ലേ? ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ നോക്കുക. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് മാനേജ് ആൻഡ് അണ്ടർറൈറ്റ് എന്താണ്? ന്യൂ പബ്ലിക് ഇഷ്യൂസിനെ മാനേജും അണ്ടർറൈറ്റും ചെയ്യുന്നു, വിച്ച് ഈസ് ഫ്ലോട്ടഡ് ബൈ കമ്പനീസ് ടു റേസ് ഫണ്ട്സ് ഫ്രം ദ പബ്ലിക്. സോ കമ്പനീസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തിനാണ്? പബ്ലിക്കിൽ നിന്ന് ഫണ്ട് എടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് ദീസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് മാനേജ് ആൻഡ് അണ്ടർറൈറ്റ് ന്യൂ പബ്ലിക് ഇഷ്യൂസ്. സോ സം കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു മീനിങ് വരുന്നില്ലേ. മാനേജ്മെന്റ് ആൻഡ് അണ്ടർറൈറ്റ് ന്യൂ പബ്ലിക് ഇഷ്യൂസ്. ആർക്ക് വേണ്ടി? ഫോർ കമ്പനീസ്. സോ കമ്പനീസ് പബ്ലിക്കിൽ നിന്നും ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനെ മാനേജും അണ്ടർറൈറ്റും ചെയ്യുന്നതാണ് ആര്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്. സോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നുള്ള ഈ ക്വസ്റ്റ്യനിലെ ഈ ടേമിന് തന്നെ ഒരു കോംപ്ലിമെന്ററി ആയിട്ടല്ലേ വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു മീനിങ് വരുന്നില്ലേ. സോ സ്റ്റേറ്റ്മെന്റ് 1 ക്യാൻ ബി കറക്റ്റ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. കുറച്ചുകൂടെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷെ കൺഫ്യൂസിംഗ് അല്ല. One of the difference between an investment bank and a commercial bank. നമ്മൾ നോർമലി പഠിക്കുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക്സ് SBI, ICICI, HDFC. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആൻഡ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ദാറ്റ് ദ ലേറ്റർ എന്ന് പറയുമ്പോൾ രണ്ടാമത് നാൾ ലേറ്റർ ഫോർം അതെല്ലാവർക്കും അറിയാം. ഈസ് ദാറ്റ് ദ ലേറ്റർ ഈസ് റെഗുലേറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്ക് അന്നേരം അവിടെ ഒരു കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടായിരുന്നു. സോ ലേറ്റർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മാർക്ക് വയ്ക്കുക. ലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? ജസ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, നിങ്ങൾക്ക് അവിടെ എന്ത് മാർക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും വർക്കൗട്ട് ചെയ്തിരിക്കണം. ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ക്ലീൻ ആക്കി കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് UPSC അവാർഡൊന്നും തരുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്കൗട്ട് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 റോങ് ആണ്, നമ്മൾ റോങ് ചെയ്യണം. ആരും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നില്ല. യു ഷുഡ് ഡു ദാറ്റ്. ഓക്കെ, എങ്കിലും നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ തിരിച്ചെടുത്ത് സെക്കൻഡ് റൗണ്ടിൽ വരുമ്പോൾ നിങ്ങളുടെ പേപ്പറിൽ അത്രയും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് ആ പേപ്പർ കാണുമ്പോൾ തന്നെ ഓൾറെഡി മനസ്സിലാവും അവിടെ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, നമ്മൾ ഓൾറെഡി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലീൻ ആയിരിക്കേണ്ട ഒരു കാര്യമില്ല. യു ക്യാൻ ഡു ദ വർക്കൗട്ട്. ഓക്കെ, സോ ഇവിടെ കൊമേഴ്ഷ്യൽ ബാങ്ക് RBI എന്നും ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് SEBI എന്നുമാണ് പറയുന്നത്. സോ അവിടെ തന്നെ മാർക്ക് ചെയ്യാം. പിന്നെ ഈ ലേറ്ററിൻ്റെയും ഫോമറിൻ്റെയും ഒന്നും കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെയും വായിക്കുമ്പോൾ വരുന്നില്ല. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് SEBIയും കൊമേഴ്ഷ്യൽ ബാങ്ക് RBI ആണ് റെഗുലേറ്റ് ചെയ്യുന്നതാണ് അവിടെ പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം അല്ലേ. കൊമേഴ്ഷ്യൽ ബാങ്ക് RBI ആണെന്നുള്ളതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് SEBI ആണോ
അയ്യോ അത് ബാങ്ക് അല്ലേ, RBI ആണോ എന്നുള്ള തോട്ട് പ്രോസസ്സ് നമ്മൾ അങ്ങനെ തോട്ട് പ്രോസസ്സ് ചെയ്ത് റീകളക്ട് ചെയ്യണമെന്ന് നോക്കരുത്. അയ്യോ അത് അങ്ങനെയാണോ, അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും പറയുന്നതല്ല, ഇവിടെ തന്നെ ക്ലൂസ് ഉണ്ട്, ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എങ്ങനെ സെബിയിലോട്ട് കണക്ട് ചെയ്യാം? ബിക്കോസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് എടുത്തു. ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ടു റേസ് ഫണ്ട്സ് ഫ്രം ദ പബ്ലിക്. എങ്ങനെ? ന്യൂ പബ്ലിക് ഇഷ്യൂസ്. ഈ പബ്ലിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എവിടെ വരുന്നത്? സെബി ഡീൽ ചെയ്യുന്ന മാർക്കറ്റിലല്ലേ, അല്ലേ? അവിടെയാണ് എന്താ പറയുന്നത്, പബ്ലിക് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആരാണ്? സെബിയാണ്. പബ്ലിക് ഇഷ്യൂസും വരുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലാണ്. സോ ദർ ഇസ് എ റിലേഷൻ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ സെബി എന്നുള്ളൊരു റിലേഷൻ നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. ദെൻ അടുത്ത തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക, എന്താണ്? ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ്. അവിടെ ജസ്റ്റ് ബാങ്ക്സിന്റെ നെയിം മാത്രമല്ല. ഇപ്പൊ ICICI, ആക്സിസ്, SBI ആണെങ്കിൽ നമുക്കൊരു പക്ഷേ ഡൗട്ട് തോന്നിയേക്കും. പക്ഷെ ഇവിടെ എന്താണ്, ഒരു വാല്യൂ കൂടെ ഉണ്ട് അല്ലേ? സെക്യൂരിറ്റീസ് ലിമിറ്റഡ്, ക്യാപിറ്റൽ ലിമിറ്റഡ്, ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ് ആർ സം ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്. സോ ഈ പേരിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാവും? അത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആയിരിക്കാം. ICICIയുടെ സെക്യൂരിറ്റി ഡീൽ ചെയ്യുന്നതായിരിക്കാം ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. ആക്സിസ് ബാങ്കിന്റെ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആയിരിക്കാം ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡ്. അതുപോലെ SBIയുടെ ആയിരിക്കാം SBI ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ്. സോ അത് വളരെ ഈസിയാണ്, അവിടെ നമുക്ക് ക്ലൂവും കിട്ടുന്നുണ്ട്. അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ഓൾസോ ബി കറക്റ്റ്. സോ എങ്ങനെ നോക്കിയാലും, ഇവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ സെബി തന്നെ ആയിരിക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. സോ ആൻസർ വിൽ ബി ഓൾ ദ 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ ഇവിടെ എല്ലാ 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. സോ ഇത് നമുക്ക് ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങളൊരു പാനിക് സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ, അയ്യോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അറിയത്തില്ല, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പോവും, അടുത്ത ക്വസ്റ്റ്യനും പോവും. കാരണം ഒരു ക്വസ്റ്റ്യനിൽ പാനിക് ആയി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ മാത്രമല്ല, തൊട്ടടുത്ത് ഫോളോ അപ്പ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ആ പാനിക്, ഒരു ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരു എഴുതി തെറ്റിക്കാം, മൊത്തം കുളമാകും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഒരിക്കലും കളയരുത്. എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെ ഇരിക്കുക. കേൾക്കാത്ത നെയിംസ് ആണെങ്കിൽ കൂടെ നമുക്കതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ ഒരു റിലേഷൻ കണ്ടെത്താം. ഇപ്പോൾ ഇവിടെയും ഇത് എങ്ങനെയാണ് സെബി റിലേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ എന്താണ് ആ ഒരു റിലേഷൻ, പബ്ലിക് ഇഷ്യൂസ് എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കാര്യങ്ങളിലാണ് അത് ഡീൽ ചെയ്യുന്ന സെബി ആണെന്നുള്ളൊരു കണക്ഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നതാണ്. അല്ല നമുക്കത് ബേസിക്കലി നമുക്ക് അറിയുന്ന ഒരു ഫാക്റ്റ് അല്ല, നമ്മൾ ഇതിനകത്ത് നിന്ന് ഡിഡക്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. പല ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെ പറ്റും. സോ ഒരിക്കലും പാനിക് ആകരുത്. ഒരു പോസിറ്റീവ് സെൻസിൽ, ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ കാമൻ കമ്പോസ്ഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫാളൻ ഏഞ്ചൽ. ഫാളൻ ഏഞ്ചൽ പേര് കേൾക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ പേര് പോലെയൊക്കെ തോന്നുമെങ്കിലും നമുക്കല്ല, നമുക്കിവിടെ ഇപ്പോൾ എക്കണോമിക്സിൻ്റെ അകത്ത് വന്നുകൊണ്ട് ഡെഫിനറ്റ്ലി അതെന്തായിരിക്കും എന്ന് നമുക്കറിയാം. ഫോളൻ ഏഞ്ചൽ എന്നൊരു മീനിങ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ഫോളൻ ഏഞ്ചൽ എന്നൊരു പേര് തന്നെ നമുക്കൊന്ന് ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് ഏഞ്ചൽ വിച്ച് ഈസ് ഫോളൻ. സോ എക്കണോമിക്സിൽ ബേസിക്കലി ഏഞ്ചൽ എന്ന് പറയുന്നത് ആരെയാണ്, ഏത് കൺസെപ്റ്റിനകത്താണെന്ന് നമുക്ക് എല്ലാവർക്കും ക്ലിയർലി അറിയാമെന്നുള്ള കാര്യമാണ്. ആ ഒരു ബേസിക് കൺസെപ്റ്റ് എല്ലാവർക്കും വേണം. സോ അത് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എ ബോണ്ട് വെയർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓവർ ദ ഇൻഫ്ലേഷൻ റേറ്റ്. അപ്പോൾ ഒരു ഫോളൻ ഏഞ്ചൽ എന്ന് വരുന്ന ഒരു മീനിങ്ങിൽ അതിനകത്ത് ഒന്നും വരുന്നില്ല. ദെൻ ബി, ബോണ്ട് വിച്ച് ഹാസ് ഒറിജിനലി അക്കോർഡഡ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡിംഗ് but has since been reduced to junk bond status due to weakening condition of the issuing company. അപ്പം ഒറിജിനലി എന്തായിരുന്നു, ഒരു സംഭവമായിരുന്നു, കുറച്ച് കഴിഞ്ഞ് ആ സംഭവം അല്ലാതായി മാറി അല്ലേ, ഒരു ജങ്ക് ബോണ്ട് സ്റ്റാറ്റസിലോട്ട് മാറി. ഒറിജിനലി ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് റേറ്റിംഗ് ആയിരുന്നു, അതിൽ നിന്നൊരു ജങ്ക് ബോണ്ട് സ്റ്റാറ്റസിലോട്ട് മാറി എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. സോ ഒരു റിലേഷൻ വരുന്നുണ്ട് അല്ലേ, ഫോളൻ എന്നുള്ളൊരു മീനിങ് അല്ലേ. ആദ്യം ഇവിടെ ഇരുന്നു, രണ്ടാമത് ഇങ്ങോട്ട് വന്നു, താഴോട്ടിറങ്ങി. ദാറ്റ് മീൻസ് എന്താണ്, ഇവിടുന്ന് ഫോളോ അല്ലേ, ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡിൽ ഇരുന്ന ഒരാൾ ജങ്കിലോട്ട് മാറി. ദാറ്റ് മീൻസ് എന്താണ്, ഒരു ഫോൾ വന്നു. ഫോൾ എന്നുള്ളൊരു മീനിങ് ഓപ്ഷൻ ബിയിൽ വന്നു, ഫോളൻ അല്ലേ എന്നും പറഞ്ഞ് നമുക്കതിനങ്ങ് എടുക്കാൻ പറ്റില്ല. വിൽ ഗോ ടു ദ next options also. Investment grade bond with a high enough credit rating that banks can legally invest in them.
ബാങ്കിന് ലീഗലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് എന്നുള്ളൊരു മീനിങ്ങേ വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഫോളൻ എന്നുള്ളൊരു വീഴ്ച, ഫോളൻ എന്നുള്ളൊരു മീനിങ് വരുന്നില്ല. സോ അവിടെ അത് വരുന്നില്ല, എയിലും വരുന്നില്ല. ഡി നോക്കുക, ബോണ്ട്സ് ദാറ്റ് ആർ കോളബിൾ ബിഫോർ മെച്യൂരിറ്റി അറ്റ് എ പ്രീമിയം പ്രൈസ്. അപ്പോൾ അവിടെയും ഈ ഒരു മീനിങ് വരുന്നില്ല, ഫോളൻ എന്നുള്ളൊരു മീനിങ് വരുന്നില്ല. ഫോളൻ ഏഞ്ചൽ, ഇപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ഏഞ്ചൽ എന്നുള്ള മീനിങ് ഒരു പക്ഷേ ഇവിടെ വരുന്നുണ്ടായിരിക്കാം, സീൽ വരുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഫോളൻ എന്നുള്ളൊരു മീനിങ്, ഏഞ്ചൽ വീഴുന്നു, ഫോളൻ ഏഞ്ചൽ അല്ലെങ്കിൽ വീഴുന്ന ഏഞ്ചൽ, ഓൾറെഡി വീണു കഴിഞ്ഞു അല്ലേ, ഫോളൻ ഏഞ്ചൽ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡിൽ നിന്നുള്ള ഒരു ബോണ്ട് ജങ്കിലോട്ട് മാറി എന്നാണ് പറയുന്നത്. എവിടെ? ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ദാറ്റ് മീൻസ് അവിടെ ഒരു ഫോൾ എവിഡൻ്റ് ആണ്, വീണു അല്ലേ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓപ്ഷൻ ബി. അപ്പോൾ ഇവിടെ ഒരു പ്യുവർ ആയിട്ടുള്ള എക്കണോമിക് കൺസെപ്റ്റിലോട്ട് നമ്മൾ പോയിട്ടില്ല അല്ലേ. എന്താണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നോ ഈ ടൈപ്പ് ഓഫ് ബോണ്ട്സ് എന്താണെന്നോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. നമ്മളവിടെ ഒരു ലിറ്ററൽ മീനിങ്ങിലോട്ടാണ് പോയത് അല്ലേ. ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് എന്തോ ആയിക്കോട്ടെ, ഇത് എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഉള്ള വേർഡ് എന്തോ ആയിക്കോട്ടെ, ഇവിടെ ജങ്ക് ബോണ്ട് വന്നു, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ്, ഇവിടെ ഫോർ എക്സാമ്പിൾ എ ആയി, ഇവിടെ ഫോർ എക്സാമ്പിൾ ബി ആയി. ലെറ്റ്സ് സേ എ ഓർ ബി, എയിൽ നിന്ന് ബിയിലോട്ട് വന്നു. സോ ബിയിലോട്ടുള്ളത് ഫോൾ എന്നുള്ള മീനിങ് വരുന്നുണ്ട്. ജങ്ക് ബോണ്ട്സ് അറ്റ് ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡിൽ നിന്ന് ജങ്കിലോട്ട് വന്നു, ദാറ്റ് മീൻസ് ഒരു ഫോൾ. സോ ഈ ഫോൾ എന്നുള്ള ഒരു മീനിങ്ങിൽ നിന്നാണ് വലിയ എക്കണോമി ആയിട്ടുള്ള വലിയ സംഭവത്തിലോട്ടൊന്നും വരാതെ തന്നെ നമുക്ക് എന്ത് ചെയ്തു, ആൻസറിലോട്ട് എത്താൻ സാധിച്ചു. സോ അതാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും പാനിക് ആകരുത്. യു ക്യാൻ ഈസിലി സോൾവ്. ആ ഒരു കാമൻ കമ്പോസ്റ്റ് മൈൻഡിൽ നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, സോ ഇവിടെ ആൻസർ ഈസ് ബി, ഫോളൻ ഏഞ്ചൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സെബി. സെബിയെ പറ്റിയുള്ളതാണ്, എല്ലാവർക്കും അറിയാം സെബി എന്താണെന്നും സെബിയുടെ മെയിൻ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റെഗുലേറ്ററി ബോഡി ഫോർ സെക്യൂരിറ്റീസ് ആൻഡ് കൊമോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. വളരെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ്, റൈറ്റ്. ഇത് കറക്റ്റ് ആയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. only 1 pair, only 2 pair, none എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് we can do nothing. So second statement നോക്കാം. The headquarters of SEBI is located in മുംബൈ, മഹാരാഷ്ട്ര. നമ്മൾ പഠിക്കുന്ന ആരും ഒരു പക്ഷേ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ CPCB എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ അറിയില്ല. അപ്പോൾ അത്രത്തോളം ഫാക്ച്വൽ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ഓരോ ഓർഗനൈസേഷൻ്റെയും കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമുക്ക് മക്കപ്പ് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. ഇറ്റ്സ് പ്രാക്ടിക്കലി അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളും അല്ല. അപ്പോൾ ഇവിടെ പക്ഷെ കണക്ഷൻ കൊണ്ടുവരാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എവിടെയാണ്, മുംബൈയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ NSE, മറ്റേ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പേര് തന്നെ എന്തുണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതെവിടെയാണ്, മുംബൈയിലാണ് വരുന്നത്. അപ്പം അങ്ങനെ മെയിൻ ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എല്ലാം അവിടെ വരുമ്പോൾ ഹൈ ചാൻസ് ദാറ്റ് ഇതും എവിടെയായിരിക്കണം, സെബിയും മുംബൈയിലായിരിക്കാം. ഒരു പക്ഷേ ഡൽഹിയിൽ കൊണ്ടുവച്ചിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷേ മുംബൈയിൽ കണക്ട് ചെയ്യാനുള്ള റീസൺ, വാലിഡ് റീസൺ നമ്മുടെ കയ്യിലുണ്ട്. മുംബൈയിൽ കണക്ട് ചെയ്യാം, സെബിയെ മുംബൈയിൽ കണക്ട് ചെയ്യാൻ റീസൺ ഉണ്ട്. സോ 1ഉം 2ഉം കറക്റ്റായി. സോ 1ഉം 2ഉം കറക്റ്റ് ആയെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദർ ഈസ് നോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. അവിടെ തന്നെ ഒരു എക്സ്ട്രീമിറ്റി വന്നു, ജസ്റ്റ് നോട്ട് ചെയ്യാം, ചിലപ്പോൾ ശരിയായിരിക്കാം. ആസ് ഓഫ് നോ, ഈ നോ അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്നുള്ളത് നോട്ട് അണ്ടർലൈൻ ചെയ്യുക, റൗണ്ട് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. ആരും ക്ലീൻ ആക്കി വെക്കരുത്, വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, there is no appellate tribunal set up to hear disputes against the orders of SEBI and the first appeal lies directly to the Supreme Court. ഇപ്പോൾ പൊളിറ്റിയും ന്യൂസ് പേപ്പറും വായിക്കുന്ന എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ ആസ്പിറൻസിനും മനസ്സിലാവും ഏതൊരു കാര്യവും അങ്ങനെ ഡയറക്റ്റ്ലി സുപ്രീം കോർട്ടിൽ പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറവാണ് അല്ലേ. ഇപ്പോൾ ഈവൻ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ആർട്ടിക്കിൾ 32 പ്രകാരം ഡയറക്റ്റ്ലി പോകാമെങ്കിലും സുപ്രീം കോടതി പിന്നെ ചന്ദ്രകുമാർ കേസിൽ എന്താ പറഞ്ഞ, നിങ്ങൾ ഹൈക്കോർട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് വാ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം അത്രയും പെൻഡിങ് ഓഫ് കേസസ് കിടക്കുക. അപ്പോൾ ഒരു സെബിയുടെ ഓർഡറിന് എഗൻസ്റ്റ് ആയിട്ടുള്ള അപ്പീൽ ഡയറക്റ്റ്ലി സുപ്രീം കോർട്ടിൽ പോകുകയാണെങ്കിൽ എല്ലാവരും പോകും. ഓരോ സെബി ഓർഡറിന് എത്ര കേസ് വരും സുപ്രീം കോർട്ടിൻ്റെ തലയ്ക്ക് മുകളിൽ. അപ്പം ഇങ്ങനെ ഒരു പോസിബിലിറ്റി കുറവായിരിക്കും, ഈ ഒരു പോസിബിലിറ്റി കുറവായിരിക്കും. സുപ്രീം കോർട്ടിൽ ഡയറക്റ്റ്ലി പോകാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. പിന്നെ ഇവിടെ ഒരു നോ അപ്പലേറ്റ് ട്രിബ്യൂണൽ, ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഓർഗനൈസിങ് ബോഡി, ഒരുപാട് പീപ്പിളുമായിട്ടും അവിടെ ഒരു ലിങ്കും കാര്യങ്ങളുണ്ട് അല്ലേ, ബ്രോക്കേഴ്സും കാര്യങ്ങളായിട്ട് ഒരുപാട് ലിങ്കും കാര്യങ്ങളും.
അപ്പോൾ ഇത്രയും വലിയൊരു ഓർഗനൈസേഷനിൽ ഒരു അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കാലമായിട്ട് ഒരു അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും കുറച്ചൊരു അസ്വാഭാവികത ഉണ്ട് അല്ലേ. സോ അതെന്താണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ നോക്കിയാലും രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാലും റോങ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ യു ക്യാൻ എലിമിനേറ്റ് തേർഡ് ഓപ്ഷൻ. തേർഡ് എലിമിനേറ്റ് ചെയ്തു. അപ്പം ഓൾ 4 പേഴ്സ് അല്ല. ഓക്കെ, then again 50-50 ഇനി എന്തായാലും അറ്റംപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ലാസ്റ്റ് ഓപ്ഷൻ, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സ്കോർസ് ഈസ് എ കംപ്ലൈൻസ് റെഡ്രസ് സിസ്റ്റം പ്ലാറ്റ്ഫോം ക്രിയേറ്റഡ് ബൈ സെബി. നമ്മൾ ജന്മത്ത് കണ്ടിട്ടുണ്ടായിരിക്കില്ല ഈ സ്കോർ എന്നുള്ളൊരു പേര്, സ്കോർസ് എന്നുള്ളൊരു പേര് ജന്മത്ത് കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഒരു കറണ്ട് അഫെയറിൽ ഒരിടത്തും കണ്ടിട്ടുണ്ടായിരിക്കില്ല. എന്ത് ചെയ്യും? ക്ലൂ ഉണ്ട്. ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസിലും എടുക്കാൻ പറ്റും. എന്താണ് ഇത് തന്നിട്ടുള്ളത്? ക്യാപ്സിലാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സോ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് എന്തിൻ്റെയെങ്കിലും ഒരു ഷോർട്ട് ഫോം ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഷോർട്ട് ഫോം ആകുമ്പോൾ അവിടെ ഒരു പോസിബിലിറ്റി എസിനും സിക്കും ഒയ്ക്കും ആറിനും ഇക്കും എസിനും ഒക്കെ ഒരു മെയിൻ വേർഡ് കാണും അല്ലേ. അപ്പം അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ കിട്ടുമോ എന്ന് നോക്കുക. നമ്മളല്ലാതെ ഒരിക്കലും റീകളക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കിട്ടുമോ എന്ന് നോക്കുക. ഇവിടെ എന്താണ്? കംപ്ലൈൻസ് സി ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സി ഉണ്ട്. റിഡ്രസ് സിസ്റ്റം ഓക്കെ ആറുണ്ട്. പ്ലാറ്റ്ഫോം ക്രിയേറ്റഡ് ബൈ സെബി. അപ്പോൾ സിയും ആറും നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ സി കഴിഞ്ഞിട്ടുള്ള ഓ ഓക്കെ കംപ്ലൈൻറ്റിൻ്റെ ആയിരിക്കാം. ആറ് കഴിഞ്ഞിട്ട് ഓക്കെ റിഡ്രസൽ RE സിസ്റ്റം ഓക്കെ കംപ്ലൈൻറ്റ് റിഡ്രസ് സിസ്റ്റം. അപ്പോൾ CORES ഇത് തന്നെ ആയിരിക്കാം. ആ ഒരു കണക്ഷൻ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എസ് ലെഫ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ സെബി ആയിരിക്കും, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആയിരിക്കും, എന്തെങ്കിലും ആയിരിക്കാം. ബട്ട് കംപ്ലൈൻറ്റ് റിഡ്രസ് സിസ്റ്റമാണ് കോർസ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടും. സോ ആ ക്ലൂ നമ്മൾ അതിനകത്ത് നിന്ന് തന്നെ എടുക്കാം. സോ 4 ക്യാൻ ഓൾസോ ബി കറക്റ്റ്. സോ വി ക്യാൻ ഗോ വിത്ത് ഓപ്ഷൻ സി, ഓൺലി 3 പേഴ്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ കണക്ഷൻസ് അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ഈ സ്കോർസ് നമ്മൾ ജന്മത്ത് കണ്ടിട്ടുണ്ടായിരിക്കില്ല, ബട്ട് സ്റ്റിൽ വി മാനേജ് ടു ഗെറ്റ് ടു ദ റൈറ്റ് ആൻസേഴ്സ്. എങ്ങനെ? അതിനകത്ത് നിന്ന് തന്നെ ക്ലൂസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. സോ ഈ എക്സ്പ്ലോറേഷൻ ടെക്നിക്ക് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എസ്പെഷ്യലി ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു സ്കീമോ എന്തെങ്കിലും ഓർഗനൈസേഷനോ ഒരു ഇനിഷ്യേറ്റീവ് തരാമെങ്കിൽ ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് ഓർ സ്കീംസ് ഓഫ് ഗവൺമെന്റ് വിൽ ഹെൽപ്പ് ഇൻ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് പോവർട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. സ്കീംസ് ഓഫ് ഗവൺമെന്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. സോ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താണ് ഒരു അഡ്രിനാലിൻ റഷ് വരും അല്ലേ, പോയി കൊണ്ട് തെറ്റിക്കും. പക്ഷേ വളരെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാമൻ കമ്പോസ്ഡ് ആയിട്ട്, ഇപ്പോൾ പാടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആയാലും ഏത് ക്വസ്റ്റ്യൻസ് ആയാലും വളരെ കാമൻ കമ്പോസ്ഡ് ആയിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് ആൻസറിലോട്ട് എത്താൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം. പ്രോഗ്രസീവ് ടാക്സേഷൻ കാണുമ്പോഴേ ഒന്ന് കൺസെപ്റ്റ് അത്ര ക്ലിയർ അല്ല, എക്കണോമിയിൽ കൺസെപ്റ്റ് ക്ലിയർ അല്ല എങ്കിൽ ഒന്ന് പകച്ചു പോകും അല്ലേ. അപ്പം എന്ത് ചെയ്യുക? അതിന് വെച്ച് ആലോചിച്ച് അയ്യോ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്താണ്, കൺസെപ്റ്റ് എന്താ, അങ്ങനെ ഒരുപാട് അങ്ങ് തോട്ട് പ്രോസസ്സ് ആ നേരം കൊടുക്കണ്ട, അന്നേരം കൊടുക്കണ്ട, പിന്നെ ഒരു പക്ഷേ കൊടുക്കേണ്ടി വരും, പക്ഷേ അന്നേരത്തേക്ക് കൊടുക്കണ്ട. സോ അവിടെ നമുക്ക് അവിടെ ന്യൂട്രലാക്കി വെക്കാം. അടുത്ത ബാക്കി ഇത്രയും കിടക്കുകയല്ലേ, ബാക്കി നല്ല കിടക്കുകയല്ലേ. ദീൻ ദയാൽ അന്ത്യോദയ യോജന, ഇവിടെ പോവർട്ടിയാണ് ചോദിച്ചിട്ടുള്ള. ദീൻ ദയാൽ അന്ത്യോദയ ലാസ്റ്റ് പീപ്പിൾ. സോ അന്ത്യോദയ. സോ അന്ത്യോദയ യോജനയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പം അന്ത്യോദയ യോജന ഇപ്പം എങ്ങനെ നോക്കിയാലും അന്ത്യോദന. സോ ദാറ്റ് മീൻസ് എന്താണ്? പോവർട്ടി ആയിട്ട് കണക്ട് ചെയ്തൂടെ? പ്രധാനമന്ത്രി അല്ലെ ദീൻ ദയാൽ അന്ത്യോദയ യോജന, ലാസ്റ്റ് അന്ത്യ ഉദയ. സോ ദർ ഇസ് എ റിലേഷൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിന് പോസിബിലിറ്റി ഉണ്ട്. സോ ഇവിടെ സെക്കൻഡ് ഉള്ളത് ഏതൊക്കെയാന്ന് നോക്കുക. ഓപ്ഷൻ ബിയിലില്ല, പോയി, ബാക്കിയുള്ളത് ഉണ്ട്. സോറി. ദെൻ PM ആവാസ് യോജന. ആവാസ് യോജന അല്ലേ. ആവാസ് യോജന എന്ന് പറയുമ്പോൾ ആവാസം, നമുക്കൊരു വീട് വെച്ച് നൽകുന്നത്, അങ്ങനെ എന്തെങ്കിലും. ഇപ്പം കൺസെപ്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ PM ആവാസ് യോജന എന്തെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് മനസ്സിലാകും. ഗവൺമെൻറ് സ്കീമാണ് ആവാസ് യോജന. സോ സം വാട്ട് റിലേറ്റഡ് ടു ഒരു ഹാബിറ്റാറ്റ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ കൂടുതൽ എന്തായിരിക്കും? അംബാനിക്കും അദാനിക്കും ആയിരിക്കും ആവാസ് യോജനയിൽ കൂടുതലും കൊടുക്കുക. അല്ല, അങ്ങനെയുള്ള ആൾക്കാർക്കല്ല അല്ലേ. കൂടുതലും പോവർട്ടി ഇറാഡിക്കേറ്റ് ആയിട്ടുള്ള BPL ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതലും പോകുന്നത്. അപ്പോൾ അവിടെയും
ദർ ഇസ് എ റിലേഷൻ. ദിസ് ക്യാൻ ബി കറക്റ്റ്. ആവാസ് യോജന അത് APLകാർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഒരുപക്ഷെ കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അവിടെ എന്തായാലും പോവർട്ടിക്കാരെ എലിമിനേറ്റ് ചെയ്തിട്ട് APLകാർക്ക് കൊടുക്കില്ലല്ലോ, BPL. അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി കറക്റ്റ് അല്ലേ. ദെൻ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഓഫ് 2013 ഡെഫിനറ്റ്ലി അത് പോവർട്ടിയെ ഡീൽ ചെയ്യും അല്ലേ. സോ ദാറ്റ് ക്യാൻ ഓൾസോ ബി കറക്റ്റ്. സോ 2, 3, 4 ആയി. ഇവിടെ 1, 2, 4, 5 ഉള്ളൂ, 3 ഇല്ല. ഇവിടെയും 2, 3, 4 ഇല്ല. സിമ്പിൾ അല്ലേ. ആൻസർ D 1, 2, 3, 4, 5. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ പ്രോഗ്രസീവ് ടാക്സേഷൻ എന്താണ്, കൺസെപ്റ്റ് എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നെങ്കിൽ പണി കിട്ടിയതിനെ പാനിക്കായി ബാക്കിയുള്ളത് കിട്ടും. പക്ഷേ സിമ്പിളായിട്ട് നമ്മൾ 2, 3, 4 വരുമെങ്കിൽ 2, 3, 4 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. വി ക്യാൻ ഈസിലി അറൈവ് അറ്റ് ദ റൈറ്റ് ഓപ്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നില്ല അല്ലേ. അങ്ങനെയുള്ളൊരു ഈഗോയും വെക്കരുത്. പ്രോഗ്രസീവ് ടാക്സേഷൻ ഉണ്ടോ ഇല്ല എന്നാൽ കിട്ടിയിട്ട് ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളൊരു ആ ഒരു പലർക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഈഗോ വരും. നമുക്കൊരു അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് ഞാൻ ചെയ്തിട്ടേ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഇതിൽ നമുക്ക് പാസ്സാകണം, പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ക്ലിയറായി പാസ്സാകണം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ 2, 3, 4 നോക്കിയാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇവിടെ 1ൽ നമ്മൾ സ്റ്റക്കായി എന്താണ് പ്രോഗ്രസീവ് ടാക്സേഷൻ, റെഗ്രസീവ് ടാക്സേഷൻ എന്താണ്, പ്രൊപ്പോർഷണൽ ടാക്സേഷൻ എന്താണെന്ന് അവിടെ തിങ്ക് ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പോയി. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് ഡിഡക്ട് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ ലീവ് ചെയ്തിട്ട് ബാക്കിയുള്ളതിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ ഈസിലി അറൈവ് അറ്റ് ദ ആൻസർ 1, 2, 3, 4 and 5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ ഇതെന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? കാണുമ്പോൾ തന്നെ ഒന്ന് പേടിക്കും അല്ലേ. ഇത്രയും കണ്ട് പേടിക്കരുത്, നമ്മൾ ജസ്റ്റ് ഇതിലോട്ട് നോക്കാം. സോ ബേസിക്കലി ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാ അൺഎംപ്ലോയ്മെൻറ്റ് എന്ത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണെന്ന് നമുക്കൊരു ഓവറോൾ ഐഡിയ കാണുമല്ലോ. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. നമുക്കിനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ ഷൂട്ടിംഗ് ഓഫ് എ ഫാൻറ്റസി ഫിക്ഷൻ ടൈറ്റിൽഡ് കൊരങ്കീര. സോ കൊരങ്കീര എന്നുള്ളൊരു ഫാൻറ്റസി ഫിക്ഷൻ ഫിലിം ഈസ് കംപ്ലീറ്റഡ് ആൻഡ് ദ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്. അപ്പോൾ ഫാൻറ്റസി ഫിക്ഷൻ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഈസ് ഗിവൺ ടു എ ഫേം ഇൻ തിരുവനന്തപുരം ഫോർ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസ്. സോ CGIക്ക് വേണ്ടി, അതായത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് ഒരു ഫാൻറ്റസി ഫിക്ഷൻ ഫിലിമിൻ്റെ പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു ഫേമിന് കൊടുത്തു. സിൻസ് ദ വർക്ക് ഇൻവോൾവ്സ് മോർ സ്കിൽഡ് പേഴ്സൺസ്, കാരണം കമ്പ്യൂട്ടർ ഗ്രാഫിക്സും കാര്യങ്ങളായിട്ട് മോർ സ്കിൽഡ് പേഴ്സൺ ആവശ്യം വരുന്നുണ്ട്. ദ ഫേം വെൻ ഫോർ ഫ്രഷ് റിക്രൂട്ട്മെന്റ്. ഒരു ഫ്രഷ് റിക്രൂട്ട്മെന്റിലോട്ട് ഫേം പോയി. ഇത്രയും കൺസെപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവില്ല, ഒരു കഥ പോലെയല്ലേ വരുന്നത്. ദെൻ ഔട്ട് ഓഫ് 500 ആപ്ലിക്കേഷൻസ് ഓൺലി. സോ 500 ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, അതിൽ എത്ര എടുത്തോളൂ? ഓൺലി 200 വേർ സെലക്ടഡ്. 200 പേരെ സെലക്ട് ചെയ്തോളൂ. ആസ് ദ അതർ സ്കിൽ സെറ്റ് ഡസൻറ്റ് മാച്ച് ദ റിക്വയർമെൻറ്റ്. ബാക്കിയുള്ളവരുടെ, അതായത് 300ഓളം പേരുടെ സ്കിൽ സെറ്റ് അവിടെ മാച്ച് ചെയ്തില്ല. സ്കില്ല്, കഴിവ്, അവർക്കുള്ള ഒരുപക്ഷെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലുള്ള കഴിവ് മാച്ച് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 300 റിജക്റ്റഡ് ആപ്ലിക്കേഷൻസ് ഫേസ് ചെയ്ത അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി കൺസെപ്റ്റ് അറിയുന്നവർക്ക് ഡയറക്റ്റ്ലി സ്കിൽ സെറ്റ് മാച്ച് ചെയ്യാതെ വരുമ്പോഴുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡയറക്റ്റ്ലി ആൻസറിലോട്ട് പോവാം. സോറി, പക്ഷേ ഇവിടെ നമുക്ക് ഇൻ കേസ് നമുക്കത് അറിഞ്ഞുകൂടെങ്കിലും ജസ്റ്റ് നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും ഈ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്സ് അറിഞ്ഞുകൂടെങ്കിൽ പോലും നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഡിസ്ഗൈസ്ഡ്, ഇപ്പോൾ നമ്മൾ പണ്ടത്തെ കഥകളിലൊക്കെ രാജാവ് ഡിസ്ഗൈസിൽ പോയി, അല്ലെങ്കിൽ സ്പൈ ഡിസ്ഗൈസിൽ പോയി. സോ ഒരു ഹിഡൻ എന്നുള്ളൊരു മീനിങ് ഇവിടെ വരുന്നുണ്ട് അല്ലേ. ഹിഡൻ. ഇപ്പോൾ ഹിഡൻ അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഒന്നും ഹിഡൻ ആയിട്ടൊന്നും വരുന്നില്ല, ഡയറക്റ്റ്ലി കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട് അല്ലേ. അപ്പം എ അല്ല. ദെൻ മൂവിങ് ടു ദ ബി, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ വേർഡിൽ നിന്നൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ സിയിലോട്ട് പോവാം. സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും, സീസണായിട്ട് വരുന്ന ഒരു അൺഎംപ്ലോയ്മെൻറ്റ്. ഒരു സീസണിൽ വർക്ക് കാണും, അടുത്ത സീസണിൽ വർക്ക് കാണില്ല. സോ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ അങ്ങനെ സീസണലൊന്നുമല്ല അല്ലേ. ഈ കൊരങ്കീര എന്നുള്ള പടം അല്ലെങ്കിൽ ഫാൻറ്റസി ഫിക്ഷൻ സീസണിലൊന്നുമല്ല, ഓരോ സീസണിൽ വരുന്ന അങ്ങനെയല്ല. സോ അവിടെ എന്ത് ചെയ്യാം, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ എ നമ്മൾ ക്യാൻസൽ ചെയ്തു, സിയും ക്യാൻസൽ ചെയ്തു. സോ നൗ ഇറ്റ് കംസ് ടു 50-50. ഓപ്ഷൻ ഡി നോക്കുക, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഒരു അൺഎംപ്ലോയ്മെൻറ്റ് കോസ്റ്റ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്നുള്ള രീതിയിൽ
നമുക്ക് മേ ബി ഈ സ്കിൽ സെറ്റ് ഇല്ലാത്ത ഫ്രിക്ഷൻ ആയിരിക്കാം. നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞുകൊണ്ടെങ്കിൽ മാത്രം കേട്ടോ, ഇല്ലെങ്കിൽ ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഒരു ജോബിൽ നിന്നും അടുത്ത ജോബിലോട്ട് പോകുമ്പോൾ ആ മീൻ ടൈമിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റ്. സോ ആ കൺസെപ്റ്റ് അറിയാനുള്ളവർക്ക് ഡയറക്റ്റ്ലി അതും ക്യാൻസൽ ചെയ്യാം. കൺസെപ്റ്റ് അറിഞ്ഞുകൂടാത്തവർക്ക് 50-50 എത്തിയിട്ടുണ്ട്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റും ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റും. സോ ഇനി ഇതിൽ ഏതാണ് കൂടുതൽ പ്രോബബിൾ എന്ന് നോക്കാം. ഇനി ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. എന്താണ് സ്കിൽ സെറ്റ് അല്ലേ, നമ്മുടെ സ്കില്ല് മാച്ച് ആയില്ല. ഇപ്പോൾ ഒരാൾക്ക് സ്കില്ല് എന്തുകൊണ്ട് വന്നില്ല, അല്ലെങ്കിൽ സ്കിൽ സെറ്റ് മാച്ച് ആകുന്നില്ല, ദാറ്റ് മീൻസ് എന്താണ്, അവർ വന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ വന്ന ആ ഒരു സ്ട്രക്ചർ ശരിയായിരുന്നില്ല, അവരുടെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻ്റ് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടും അല്ലെ, ആ സ്കിൽ സെറ്റ് മാച്ച് ആവാത്തതിൻ്റെ റീസൺ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറിലുണ്ടായ കുഴപ്പമാണ്. ഇപ്പോൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കാം. വേർഡിൽ ബൈ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എത്താം, പക്ഷേ ബൈ വേർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു രീതിയിൽ ഡീകൺസ്ട്രക്ട് ചെയ്ത് പോകാം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫ്രിക്ഷണലിനെ കാട്ടി കൂടുതൽ ചാൻസ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഇവിടെ ഏതാണ് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഡിസ്കസ് എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന്, സ്ട്രക്ചറൽ സീസണൽ ഫ്രിക്ഷണൽ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഇൻ കേസ് കൺസെപ്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ കൂടെ എങ്ങനെ ആൻസറിലോട്ട് എത്താമെന്നാണ് നമ്മളിന്ന് നോക്കിയത്. സോ ബേസിക്കലി പറയാനുള്ളൊരു കാര്യം, എക്കണോമിക് ക്വസ്റ്റ്യൻ ആണെങ്കിലും കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, ട്രൈ ചെയ്യാം, പ്രൊസീഡ് ചെയ്യാം, പ്രോസസ്സ് ചെയ്യാം. നമുക്ക് പറ്റുന്ന പ്രോസസ്സ്, ഇവിടെ പറ്റുന്ന പ്രോസസ്സിലൂടെ, ഈ പ്രോസസ്സ് കണ്ടിട്ട് സിമ്പിൾ അല്ലേ. ഇപ്പം ഇതിൽ വലിയ എക്കണോമിക് കൺസെപ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. വളരെ ബേസിക് ആയിട്ട് സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ പ്രോസസ്സ് ചെയ്ത് ആൻസറിലോട്ട് എത്താമെന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കിയത്. സോ ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക, പാനിക് ആകരുത്, ഒരു കാരണവശാലും ടെൻഷൻ ആകരുത്. നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉള്ളൂ. ഓക്കെ, സോ ഇതോടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. സോ 5 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. സോ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്യാൻ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. നമ്മളെന്തായാലും ഇനി കുളിച്ച് കയറാമെന്നുള്ളൊരു അവസ്ഥയില്ല. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 50-50 ആയാലും കാര്യങ്ങളായാലും കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുപോകാം. റൗണ്ട് വൈസ് എക്സാംസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. Lead IAS, crafted by the toppers.